മനുഷ്യൻ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ നോട്ടവും ലക്ഷ്യവും ചിന്തകളും എല്ലാം തന്നെ മുന്നിലേക്കായിരിക്കണം. എങ്കിൽ മാത്രമേ അവന് വിജയം കൈവരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു കളിക്കളത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഓട്ടക്കാരുടെ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഓടാൻ നിൽക്കുന്ന എല്ലാ അത്ലറ്റ്സുകളും നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ ചിന്ത, ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് മുന്നിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഓൾവേസ് മുന്നിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അവരെ പിന്നാക്കം തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടേക്കാം. ഒരുപാട് പേര് അവരെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷേ ആ കളിക്കളത്തിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലോ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലോ സമാനമായിരിക്കുന്ന ഒരു സന്ദേശം, സമാനമായിരിക്കുന്ന ഒരു അനുഭൂതി നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമെന്ന് പറയുന്നത് മുന്നിലേക്ക് കണ്ണുവെച്ച് മുന്നിലേക്ക് നടക്കുക എന്നുള്ളതാണ്. എന്നാൽ എവിടെയൊക്കെയോ മനുഷ്യൻ ഭൂതകാലത്തിൽ തളം കെട്ടിക്കിടക്കുകയും ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ ഉള്ളിലെ സ്വപ്നങ്ങൾക്കനുസരിച്ച്, അവൻ്റെ ഉള്ളിലെ ആശകൾക്കനുസരിച്ച്, അവൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അഭിലാഷങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സമൂഹത്തിലും വേദപുസ്തകത്തിലും ചുറ്റുപാടുമുള്ള ചരിത്രത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഒരു വേദഭാഗമുണ്ട്: ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. വിശ്വാസ ജീവിതത്തിൻ്റെ വളരെ വിജയകരമായിരിക്കുന്ന മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് പൗലോസ് കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ വേദഭാഗം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെന്ന് കൊതിക്കുന്ന ഒരു വ്യക്തി, ജീവിതത്തിൽ ഒരു മികച്ച ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഭൂതകാലങ്ങളിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. ഭൂതകാലങ്ങളിലേറ്റ നൊമ്പരങ്ങളിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. ഭൂതകാലങ്ങളിലേറ്റ എല്ലാ മോശം അനുഭവങ്ങളിൽ നിന്നും പുറത്തു വരിക എന്നുള്ളതാണ്. പക്ഷെ എവിടെയൊക്കെ മനുഷ്യന് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുത. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുഭവിച്ച ഒരുപാട് സംഗതികൾ നാളെ നമ്മൾ എവിടെയെങ്കിലും എത്തുന്നതിന്, നാളെയുടെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാകുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകവും ചരിത്രവും വിജയിച്ച സകല മനുഷ്യരും നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. എവിടെയാണ് മനുഷ്യൻ ഭൂതകാലങ്ങളിൽ തളം കെട്ടിക്കിടക്കുന്നത്? തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവനേറ്റ പരാജയങ്ങളാണ്. ഇന്നലകളിൽ എവിടെയോ മനുഷ്യൻ പരാജയപ്പെട്ടു പോയത് അവൻ്റെ ഹൃദയത്തിൽ ഒരു ഉണങ്ങാത്ത പാടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഒരു മുറിപ്പാടായിട്ട് കിടക്കുകയാണ്. ഇന്നലകളിൽ ഉണ്ടായ പരാജയം, തോൽവി ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജത്തെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അത് ചിന്തിക്കാത്തടത്തോളം, ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തടത്തോളം ആ പരാജയം നിങ്ങളെ എന്നേക്കും ഒരു സമ്പൂർണ്ണ പരാജയത്തിലേക്ക് വഴി നയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മനുഷ്യനെ ഭൂതകാലങ്ങളിൽ തളച്ചിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് പരാജയങ്ങളാണ്, തോൽവികളാണ്. ജീവിതത്തിലോ കരിയറിലോ ശുശ്രൂഷയിലോ കുടുംബജീവിതത്തിലോ വ്യക്തിപരമായിരിക്കുന്ന ഓരോ അനുഭവങ്ങളിൽ നാം ഏറ്റ തോൽവികൾ തീർച്ചയായിട്ടും നമ്മെ ഭൂതകാലങ്ങളിൽ തളച്ചിടുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര നാളുകളാണ് നിങ്ങൾക്ക് അങ്ങനെ തുടരാനായിട്ട് കഴിയുന്നത്? എത്ര നാൾ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകും? ഇന്നലകളിൽ നാം ഏറ്റ മുറിവുകൾ അല്ലെങ്കിൽ ആ പരാജയങ്ങളിൽ എത്ര നാൾ നമ്മളിങ്ങനെ നമ്മളെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒന്നുമില്ലാത്തവനായിട്ട്, ഏതുമില്ലാത്തവനായിട്ട് എത്ര നാൾ നമുക്കതിൽ നിന്ന് തുടരാനായിട്ട് കഴിയും? അതുകൊണ്ട് ആ പരാജയങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിക്കുവാനും ആ പരാജയങ്ങളിൽ നിന്ന് പുറത്തു വരുവാനും കർത്താവ് ഇന്ന് ഈ ദൈവവചനത്താൽ നമ്മളെ ഒന്ന് സഹായിക്കട്ടെ. ഭൂതകാലങ്ങളിൽ മനുഷ്യനെ തളച്ചിടുന്ന രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് തെറ്റായ തീരുമാനങ്ങൾ. നമ്മളെടുത്ത റോങ് ഡിസിഷൻസ്, അത് ഭൂതകാലങ്ങളിൽ നമ്മളെ തളച്ചിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ശുശ്രൂഷയിലോ കരിയറിലോ കുടുംബജീവിതത്തിലോ നമ്മളെടുത്ത ഒരു തെറ്റായ തീരുമാനം, ഒരു റോങ് ഡിസിഷൻ, അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം. ഇന്ന് അതിൻ്റെ ഒരു പരിണിത ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇന്നലെ നമ്മളെടുത്ത ഏതോ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ എവിടെയോ എടുത്ത തെറ്റായ ഒരു തീരുമാനമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല ക്രൈസിസുകളുടെയും കാരണമെന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഒരു തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നേക്കും അതിനകത്ത് കുടുങ്ങിക്കിടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവിടെ നിന്ന് പുറത്തു വരാനായിട്ട് നമുക്ക് കഴിയണം. ഇന്നലകളിൽ നമ്മൾ എടുത്ത തീരുമാനത്തെ എല്ലാം നമുക്ക് അങ്ങോട്ട് തിരുത്താനായിട്ട് കഴിയത്തില്ലെങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ നമുക്ക് തിരുത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ്.
ആ തീരുമാനങ്ങൾ, ആ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് പുതിയ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ്. നാളെ അതുപോലൊരു വിഷയം മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിനോട് നോ പറയണമെങ്കിൽ നോ പറയാനും യെസ് പറയണമെങ്കിൽ യെസ് പറയാനും നമ്മളെ അത് പരിശീലിപ്പിക്കണമെന്നുള്ളതാണ്. എന്നാൽ പല മനുഷ്യരും ആ തെറ്റായ തീരുമാനങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും അവരുടെ ഭൂതകാലങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഭൂതകാലങ്ങളിൽ അവർ കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്തൊരു വസ്തുതയാണ്. നമ്മളെ ഭൂതകാലങ്ങളിൽ തളച്ചിടുന്ന മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റീസാണ്. അയ്യോ, നമുക്കത് നഷ്ടപ്പെട്ടു പോയി, അയ്യോ എനിക്കത് കിട്ടാതെ പോയല്ലോ, ഞാൻ എത്ര കണ്ട് നന്നായിട്ട് ശ്രമിച്ചതാണ്, പക്ഷേ എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് നമ്മളെ ഭൂതകാലങ്ങളിൽ തളച്ചിടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഒരിക്കലും ആകസ്മികമായി മനുഷ്യനിൽ വന്നു ചേരുന്നതോ അവൻ്റെ ലക്കോ അല്ല. മനുഷ്യൻ അവസരങ്ങൾ ഉണ്ടാക്കിയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഭൂമിയുള്ള കാലത്തോളം മനുഷ്യൻ അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഈവൻ രക്ഷയ്ക്ക് പോലും നാളെയും അവസരമുണ്ട് എന്നുള്ളത് തിരുവെഴുത്ത് നമ്മളോട് പറയുകയാണെങ്കിൽ ഇന്നിൻ്റെ നമ്മുടെ ജീവിത സാഹചര്യത്തിനകത്ത് അവസരങ്ങൾ നമുക്ക് ലഭ്യമാകാതെ പോകുമോ എന്നുള്ളതാണ്. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് വേണ്ടിയിട്ട് മരിച്ചു. അന്ന് മുതൽ രക്ഷ സജീവമായിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് വരെ രക്ഷ സജീവമായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നാളെയും രക്ഷിക്കപ്പെടാൻ അവസരമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മൾ ആ രക്ഷ സ്വീകരിക്കണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വെച്ചത്, രക്ഷയ്ക്ക് പോലും അവസരങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിത സന്ധാരണത്തിന് അവസരങ്ങളില്ലാതിരിക്കുമോ എന്നുള്ളതാണ്. ഇന്നലെ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത് മനുഷ്യൻ പരിതപിക്കുകയും അതിനകത്ത് കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അവന് എവിടെയെങ്കിലും എത്താൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നലെ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, ആ ജോലി, ആ ശുശ്രൂഷ, ആ കുടുംബജീവിതമോ വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തുമായിക്കൊള്ളട്ടെ, അതിനെ ഓർത്തുള്ള സങ്കടങ്ങളിൽ നിന്ന് ഒന്ന് പുറത്തു വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൈവവചനത്താൽ നമ്മളെ ഒന്ന് സഹായിക്കട്ടെ. ഇന്നലെ നമുക്ക് കൈമോശം വന്നു പോയ അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ മുമ്പിലുള്ള സാധ്യത, ഇന്നിൻ്റെ സാധ്യത എന്താണെന്ന് തിരിച്ചറിയാൻ, ഈ മാറിയ ലോകത്തിൻ്റെ സാധ്യത എന്താണെന്ന് തിരിച്ചറിയാൻ, അത്യാവശ്യം സംവിധാനങ്ങൾ വർദ്ധിക്കപ്പെട്ട ഇന്നിൻ്റെ സാഹചര്യത്തെ മനസ്സിലാക്കി അവിടുത്തെ സാധ്യതകൾ കണ്ടെത്താൻ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യനെ ഭൂതകാലത്തിൽ തളച്ചിടുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവന് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റീസ്. അത് അവനെ ഭൂതകാലത്തിൽ ഇന്നും ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും അവന് മുന്നോട്ടുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വസ്തുതയാകുന്നു. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വസ്തുത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളാണ്, പടിയിറങ്ങിപ്പോയ ആൾക്കാർ, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതിൽ ഇന്നും ജീവിക്കുകയാണ്. നിങ്ങളെ വിട്ടു പോയവരൊക്കെ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം? നിങ്ങളെ ഉപേക്ഷിച്ച് കടന്നുപോയവരൊക്കെ വളരെ ആനന്ദത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇന്നും ആ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുടെ ഓർമ്മയിൽ എവിടെയോ ചുരുണ്ടുകൂടി, എവിടെയോ ആർക്കും പ്രയോജനമില്ലാത്തവനായിട്ടോ പ്രയോജനമില്ലാത്തവളായിട്ടോ നമ്മളിങ്ങനെ ഒതുങ്ങുന്നു എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. പടിയിറങ്ങിപ്പോയ ആൾക്കാർ, ഇന്നലെ നമ്മളെ വിട്ടു പോയവരൊന്നും നമുക്കുള്ളവരല്ലെന്ന് തിരിച്ചറിയാൻ കർത്താവ് നമ്മളെ ഒന്ന് അനുവദിക്കട്ടെ. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവം വേണ്ടാത്തവരെ ചിലപ്പോഴൊക്കെ എടുത്തു കളയുന്നത് സ്വാഭാവികമായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 100% നമ്മുടെ ഭാവിയിൽ അവർ ഇല്ല എന്നുള്ളതാണ്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ബ്രൈറ്റ് ഫ്യൂച്ചറിൽ അവർക്കൊരു പങ്കാളിത്തമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വിസ്മരിച്ചുകൂടാത്തതാണ്, അത് വിസ്മരിച്ച് കളയാൻ കഴിയാത്തതാകുന്നു. തീർച്ചയായിട്ടും ഒരുവളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ, അടർത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ നിർത്താൻ ആഗ്രഹിക്കുന്ന ആ ഫ്യൂച്ചറിൽ, ദൈവം നമ്മളെ നിർത്താൻ ആഗ്രഹിക്കുന്ന ആ വലിയ പൊസിഷനിൽ അവർക്കൊരു പങ്കാളിത്തം ഇല്ലാത്തത് കൊണ്ടല്ലേ ദൈവം അവരെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയത്? അതെന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാതിരിക്കുന്നത്? ഇന്നും നമ്മൾ ഭൂതകാലത്തിൽ തുടരുന്നുള്ളതിൻ്റെ നാലാമത്തെ കാരണമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളാണ്. അവിടെ നിന്ന് പുറത്തു വരണം. ദൈവം നിങ്ങൾക്ക് പുതിയ ആത്മീക ബന്ധങ്ങൾ, നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള നല്ല സുഹൃത്ത് വലയങ്ങൾ, പിന്നെയും നിങ്ങളെ പരിപോഷിപ്പിക്കുന്ന നല്ല സൗഹൃദങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകി തരും. കാര്യം മുന്നോട്ടാണ് നിങ്ങൾ പോകേണ്ടുന്നത്, പുറകിലേക്കല്ല, ഇന്നലകളിലല്ല ജീവിക്കേണ്ടുന്നത്. ദൈവം നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന, ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെട്ടിരിക്കുന്ന, ഏറ്റവും സജീവമായിരിക്കുന്ന, മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുന്ന നല്ല ഭാവിയിലേക്ക് നടന്നു നീങ്ങാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഭൂതകാലത്തിൽ തുടരാതെ
നിങ്ങളുടെ കണ്ണ് മുന്നോട്ട് വെക്കട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഓട്ടക്കാരനെ പോലെ, ആ ഫുട്ബോൾ പ്ലെയറെ പോലെ, ആ ക്രിക്കറ്റ് താരത്തെ പോലെ മുമ്പിലുള്ളതിനെ കാണാൻ. പുറകിൽ കരഘോഷം മുഴക്കുന്നവർ കണ്ടേക്കാം, അപമാനിക്കുന്നവർ കണ്ടേക്കാം, നിരുത്സാഹപ്പെടുത്തുന്നവർ കണ്ടേക്കാം, ഇന്നലകളിലേറ്റ തോൽവികൾ ഉണ്ടായേക്കാം, കഴിഞ്ഞ മാച്ചിൽ പരാജയപ്പെട്ടു പോയ ഓർമ്മ ഇന്നും മനസ്സിലുണ്ടാകാം. അതല്ല വിഷയം. ഒരു കളിക്കാരൻ്റെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് ഇന്ന്, ഈ നിമിഷം, ഇപ്പോൾ നടക്കുന്ന ഈ മാച്ചിൽ വിജയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നു, ഭൂതകാലങ്ങളിൽ കെട്ടിക്കിടഞ്ഞ് കിടക്കാതെ അവിടെ നിന്ന് പുറത്തേക്ക് വരിക. ദൈവം നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ഭാവി വച്ചിട്ടുണ്ട്. അതിലേക്ക് പോകാൻ ഈ ദൈവവചനം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.